പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 10 ഞായറാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ
എനിക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ബൈബിളിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണ ഒരു കഥാപാത്രമുണ്ട്. ഈ അപ്പോസ്തലന്മാരുണ്ടല്ലേ, അപ്പോസ്തലന്മാരുടെ വായിൽ കർത്താവിലേക്കുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ വായിൽ കർത്താവിലേക്കുള്ള വഴി. അതുകൊണ്ട് നമ്മുടെ അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിലിപ്പോസിന് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും ഓർക്കും ഈ അപ്പോസ്തലന്മാരുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ടാവുകയും പക്ഷേ ഇത് നിർഭാഗ്യവശാൽ റെക്കോർഡായിട്ടില്ല. ഫിലിപ്പോസിൻ്റെ കാര്യം കുറേ ഡയലോഗ് റെക്കോർഡായി. അതായത് ഫിലിപ്പോസിനോട് കർത്താവ് ഇങ്ങനെ കുറേ സൈദ്ധാന്തികളൊക്കെ സംസാരിക്കുവേ. ഇത് ഫിലിപ്പോസിനോട് കർത്താവ് എല്ലാവരും കൂടി പറയണതാണ്. യോഹന്നാൻ സുവിശേഷം 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു. ഫിലിപ്പോസൊക്കെ ഇത് കേട്ടോണ്ടിരിക്കണില്ല. അപ്പൊ ഫിലിപ്പോസ് മനസ്സിലായി, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു പറയണില്ലേ. അപ്പോഴേ ഈശോ 2 കൊല്ലമായി ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഈ 2 കൊല്ലത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ഈ അണ്ണന്മാർക്ക് ഈശോനും അറിയാൻ പാടില്ല, പിതാവിനും അറിയാൻ പാടില്ല. ആ രീതി എത്തി. അതാണ് ഈശോ പറയണത്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ബൈബിൾ വളരെ രസമായിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സംഭവം കോമഡിയാണ്. കാര്യം ഈ അണ്ണന്മാർക്ക് 2 പേരും അറിയാൻ പാടില്ല. അപ്പോൾ ഫിലിപ്പോസ് പക്ഷേ സംഗതി നമുക്കൊരു താങ്ങാണല്ല ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ്, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല, പിതാവെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും. അങ്ങനെയുള്ള നിഷ്കളങ്കത കൊണ്ട് അത് പറയണതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ, അതായത് ഇത് സ്റ്റീഫനാണല്ലേ പിതാവിനെ കണ്ടത്, ഓർക്കണ്ടല്ല. ഫിലിപ്പോസ് എന്താ ഈശോ പറഞ്ഞത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്കത് മാത്രം മതി. ആരാണ് ആദ്യം പിതാവ്? ഇവരുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിതാവിനെ ആദ്യം കണ്ടത് ആരാണ്? സ്റ്റീഫനാണ് അല്ലേ, എസ്തഫാനോസ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആദ്യം കണ്ടത് സ്റ്റീഫനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, ഇതൊരു നിത്യതയിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നിരിക്കണ കാണുകയാണ്. അപ്പം ഫിലിപ്പോസ് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. പക്ഷെ ഫിലിപ്പോസ് നിർത്തണില്ല, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും. ക്രിസ്തുവിനോട് പറയാവുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണത്. വേറെ എന്ത് കാര്യവും ആരോടും നമുക്ക് പറയാം, പക്ഷെ ക്രിസ്തുവിന് മാത്രം ദൈവം നിശ്ചയിച്ചിരിക്കണ അൾട്ടിമേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരാശിക്ക് പിതാവിനെ കാണിച്ചു കൊടുക്കുക, സ്വർഗം കാണിച്ചു കൊടുക്കുക. അത് ഫിലിപ്പോസിന് അത് കാരണം ഫിലിപ്പോസിൻ്റെ മൈൻഡ് സെറ്റ് ശരിക്കും മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ വലിയ വേലകളൊക്കെ ചെയ്യിക്കുന്ന ആരെ കൊണ്ടാണ്? ഞങ്ങൾക്ക് അതുമാത്രം മതിയെന്ന് പറയുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഷണ്ടന്മാരുണ്ടെന്ന് പറയത്തില്ലേ. സ്വർഗരാജ്യത്തെ പ്രതിയുള്ള ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയണതല്ല, അതിനാണ് സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടൻ എന്ന് പറയണത്. അപ്പോൾ ഈ ഷണ്ടൻ വേറൊരു ഷണ്ടനെ കാണും. അവനെ നിത്യരക്ഷയെ കൊണ്ടുവരണത് ഈ സ്വർഗരാജ്യത്തെ പ്രതി. ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പറയുമ്പോൾ പണം വേണ്ട, കുടുംബം വേണ്ട, ലോകം വേണ്ട, ജീവിതം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗം മാത്രം മതി. സ്വർഗരാജ്യത്തെ പ്രതി ഇവൻ ഷണ്ടനായിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾക്ക്. അതാണ് ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പറയണത്. അപ്പോൾ ഈ ഷണ്ടൻ വേറൊരു ഷണ്ടനെ കാണും. അപ്പോസ്തല പ്രവർത്തനം 8:26. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന്
യെരൂശലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഡൻ ഞാൻ പറഞ്ഞു, ഒരു ഷണ്ഡൻ. അപ്പൊ സ്വഗരാജ്യത്തിൽ ഷണ്ഡനായ എത്യോപ്യ രാജ്ഞിയായ ഫിലിപ്പോസ് എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ വിചാരിപ്പുകാരനായ ഈ ഷണ്ഡൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇയാളെ ഷണ്ടർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഷണ്ടർ എന്ന് പറയുന്നത് അന്ന് ഇത് വിഷയം എന്ന് വെച്ചാൽ, അന്ന് ഫൈനാൻസ് മിനിസ്റ്ററായ ഒരാളെടുത്തു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ അന്നത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ആരാണ് അധികാരത്തിലുള്ളവർ അവർ ഛേദിച്ച് കളയും. കാര്യം അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. മക്കളുണ്ടായാൽ അവർ ഫൈനാൻസിൽ കൈയിട്ട് വരും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എത്യോപ്യക്കാരൻ ഷണ്ടർ എന്ന് പറയുന്നത്. ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം ഈജിപ്തിൽ തുടങ്ങിയ ഒരു പാരമ്പര്യമാണിത്. അതായത് ഫൈനാൻസ് കൈകാര്യം ചെയ്യണമെങ്കിൽ കുടുംബം ഉണ്ടാകാൻ പാടില്ല, അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ പ്രശ്നങ്ങൾ അവർ ഛേദിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫിലിപ്പോസ് ഒരു ഷണ്ടനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പോസാണ് പറയണത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ച് തന്നാൽ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ സ്വർഗരാജ്യത്തെ പ്രതിയാണ് അയാൾ യേശുവിനെ അനുഗമിക്കണമെന്ന് വ്യക്തം. അതുകൊണ്ട് ഈശോ ഇതെല്ലാം കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത്. മനുഷ്യർ 3-4 തരമുണ്ട്. 19:12 എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെ കന്ദാക്കയുടെ ഈ ഫൈനാൻസ് മിനിസ്റ്റർ അങ്ങനെ മനുഷ്യരാൽ ഷണ്ടനാക്കിയ ആളാണ്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. അതാണ് ഞങ്ങൾക്ക് അത് മാത്രം മതി ഫിലിപ്പോസ് പറയണില്ലേ. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഈ ഫിലിപ്പോസിന് എന്തുകൊണ്ടാണ് ഈ വലിയ ഫൈനാൻസ് മിനിസ്റ്ററിനെ പോലുള്ള ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഫിലിപ്പോസിനാണ് ദൈവം ഉപയോഗിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുള്ള വെച്ച് കഴിഞ്ഞാൽ, ഈ ഷണ്ടന് ജ്ഞാനസ്ഥാനം കൊടുത്തതിന് ശേഷം പിന്നെ ബൈബിൾ പറയണത് ഫിലിപ്പോസിനെ അവിടെ കണ്ടില്ലെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 8:38-39 രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു. അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല. സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു. എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഫിലിപ്പോസ് എന്നെ കർത്താവ് എടുത്ത് മാറ്റുന്നത് അവിടുന്ന്. കാര്യം വലിയൊരു ഫൈനാൻസ് മിനിസ്റ്ററാണ് ഈ മനുഷ്യൻ ജ്ഞാനസാധപ്പെടുത്തിയിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഫൈനാൻസ് മൊത്തം ഇയാളയിലാണ്. അയാളുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകാതിരിക്കാനാണ് ഈ ഈശോയുടെ ആത്മാവിനെടുത്തത്. കാര്യം ഫിലിപ്പോസിനെ മാത്രമേ ഈ ഓപ്പറേഷൻ കൊള്ളത്തുള്ളൂ. എന്താ കാര്യം? ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് അതുമാത്രം മതിയെന്നല്ലേ. അപ്പം എൻ്റെ മക്കൾ ഇതിന് വരുന്നൊരു കർത്താവ് നമ്മളെ വളർത്താത്തതിൻ്റെ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം നല്ല ശതമാനം ഒന്നെങ്കിൽ വസ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തികൾ, അല്ലെങ്കിൽ അധികാരം, ഇതിനോട് അറ്റാച്ച്മെൻ്റ് ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ 50 കൊല്ലം കരിസ്മാറ്റിക് മേഖല കേരളത്തിലെ ആത്മാഭിഷേകത്തിൽ വളർന്നെങ്കിലും ഇപ്പോൾ നമ്മൾ വാർഷികം ആഘോഷിക്കുമ്പോൾ, ഞാൻ ആ വർഷത്തിൽ പോയായിരുന്നു, നിങ്ങൾ കണ്ടായിരിക്കുമല്ലേ. പക്ഷേ അവർക്ക് മെസ്സേജ് എന്താ കൊടുത്തിരിക്കുന്നത്? ഞാൻ ഫിലിപ്പോസിൻ്റെ മെസ്സേജാണ് കൊടുത്തത്. ശുശ്രൂഷയിൽ വളരാനും എന്ത് ചെയ്യണം? അറ്റാച്ച്മെൻറ്റുകൾ കുറക്കണം. അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു ചേമ്പലപ്പുറത്ത് വെള്ളം കിടക്കുമ്പോൾ വെള്ളം കിടക്കുകയും ഇപ്പോൾ നമുക്ക് പണമില്ലാതെ വല്ലതും നടക്കുക, ചിലൊക്കെ സ്വാധീനം കൊണ്ട് നടക്കും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന പണം വേണം. പക്ഷേ പണത്തോട് നമ്മളുടെ
നമുക്ക് പണം ഉണ്ടായിരിക്കുകയും അതേസമയം തന്നെ അതിന് നമ്മളായിട്ട് അറ്റാച്ച് ചെയ്ത് ചേമ്പല വെള്ളം സൂക്ഷിക്കും, പക്ഷേ ചേമ്പല ചീഞ്ഞു പോകത്തില്ല. കാര്യം എൻ്റെ മെക്കാനിസം എവിടെയാണ് ഉള്ളത്? വെള്ളത്തിലല്ല ഉള്ളത്, ചേമ്പലയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എന്ത് വലിയ ശുശ്രൂഷകൾക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം അറ്റാച്ച്മെൻറ്റ് പ്രധാന ദൈവശുശ്രൂഷ മേഖലയിൽ ഇപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനും അതിനോട് നിങ്ങൾ ആസക്തിയോടുകൂടി അത് നിങ്ങളെ അടിപ്പെടുത്തി കളയുന്ന രീതിയിൽ അത് നിങ്ങളെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലാണോ എന്ന് പരിശോധിക്കണം. എന്താ അറിയാമോ, ഈ ചിലരെല്ലാം ഒറ്റ ഉടമ്പടി കൊണ്ട് ആ ഒരു കാര്യം സാധിച്ച് ആ ചാപ്റ്ററും ചില ആൾക്കാർ ഇന്നത്തെ കറിക്കായെന്ന് പറഞ്ഞുകൊണ്ട് ചില കൊണ്ട് പുഴയെ കൊണ്ട് തോട്ട പൊട്ടിക്കത്തില്ലേ, ഇപ്പം എന്താ നിരോധന കൊണ്ടെന്ന് തോന്നണേ, തോട്ടായി പൊട്ടിച്ച് അതിന് കിട്ടുന്ന മീനും പെറുക്കി അവർ വീട്ടിൽ പോകും. അങ്ങനെ ഒരു റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവം ആദ്യമൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു ആപത്ത് വന്നാൽ സഹായിക്കും. പക്ഷെ നമ്മളുടെ തരം ദൈവത്തിന് അറിയാവുന്ന കാരണം ഉപരി വളർച്ചയ്ക്ക് പറ്റത്തില്ല. 2 Petrus 3:2 വായിച്ച് കേൾക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ഓരോ ഡെയിലി ബ്രെഡിലൂടെയും കർത്താവിനെക്കുറിച്ചും ആത്മാവിൻ്റെ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും ഈ ഫിലിപ്പോസിൻ്റെ ഒരു നിലപാടിലൂടെ അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷകനായിട്ട് വളരണതിനെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഡിറ്റാച്ച്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നിനോട് വിപ്രതിപത്തി. ഞങ്ങൾക്കത് മാത്രം മതി എന്ന് പറയണില്ലേ. അപ്പോൾ ക്രിസ്തുവിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ച മറ്റൊരു നഷ്ടപ്പെട്ടാൽ നമുക്ക് വേദന തോന്നാതിരുന്നാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്.